welcome back to my YouTube channel Blush with Arya. ഭയങ്കര ഡ്രൈ സ്കിൻ പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് ഇത്. ഡ്രൈ സ്കിൻ ഉള്ളവർക്കുള്ള മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആകുമ്പോൾ വേദനിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അത് മാത്രമല്ല ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്കിൻ ഒട്ടും സോഫ്റ്റ് ആയിരിക്കില്ല. അതുപോലെ തന്നെ സ്കിൻ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെ തോന്നില്ലേ. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ടിപ്സാണ്. എന്താ കാണിക്കുന്നത് ജൂലി? ഇപ്പോൾ ഡ്രൈ സ്കിന്നേര് ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെയും ഡ്രൈ സ്കിൻ ആണ്. ഡ്രൈ സ്കിൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മഞ്ഞുകാലം അല്ലെങ്കിൽ കാറ്റുകാലമൊക്കെ വരുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനായിട്ട് തുടങ്ങും. അത് മാത്രമല്ല നമ്മൾ എന്തൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും അത് ആ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് മാറ്റമൊക്കെ തോന്നും. അതിനുശേഷം വീണ്ടും ഡ്രൈ ആവും. നമ്മൾ നല്ലൊരു ബോഡി ലോഷനോ അല്ലെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസറോ യൂസ് ചെയ്തില്ലെങ്കിൽ സ്കിൻ ഭയങ്കരമായിട്ട് വലിയണ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യില്ലേ. അത് മാത്രമല്ല ഈ ഒരു ഡ്രൈ സ്കിൻ പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ സ്കിന്നൊക്കെ കാണാൻ തന്നെ നമുക്ക് എന്തോ പോലെ തോന്നും. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വെള്ള വര നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ സ്കിൻ അത്രയും ഡ്രൈ സ്കിൻ ആണെങ്കിൽ. അപ്പോൾ ആ ഒരു പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷനാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എൻ്റെയും ഭയങ്കര ഡ്രൈ സ്കിൻ ആയിരുന്നു. അപ്പോൾ കാലിലൊക്കെ നമുക്ക് അറിയാമല്ലോ, ഞാൻ ഇവിടെ ഫോട്ടോ കൊടുക്കാം. അപ്പോൾ കാലിലൊക്കെ നമുക്ക് ഇതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. അങ്ങനെ ഇപ്പോൾ കാലൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. നമ്മൾ എന്തൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല. നമ്മൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ നമ്മൾ കണ്ടാലും അവർ തരുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറിനെ കണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഒരു ചെറിയൊരു ലോഷന് തന്നെ 600 മേലെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളത് ഉപയോഗിച്ച് കുറച്ച് കഴിഞ്ഞ് നിർത്തിവെച്ചാൽ വീണ്ടും അത് പഴയതുപോലെയാവും. അപ്പോൾ അതൊന്നും ഒട്ടും ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ രണ്ട് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഡ്രൈനെസ് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതും ഒരാഴ്ച കൊണ്ട്. നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. എങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് കാണിച്ചു തരാം. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ. ഞാൻ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് കൂടുതൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും. സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഒട്ടും ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ആദ്യം നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ്. നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഇത് വാങ്ങാനായിട്ട് കിട്ടും. നല്ലൊരു കുഴമ്പ് രൂപത്തിലുള്ള ഗ്ലിസറിൻ വാങ്ങാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ നമുക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അത് എടുത്താലും മതിയിട്ട്. ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് വരും. സ്പ്രേ ബോട്ടിലാണെങ്കിൽ നമുക്ക് കയ്യിലാക്കാതെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ബോട്ടിൽ ഞാൻ ഒരു 4 വലിയ ടീസ്പൂൺ തന്നെ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ ആ ഒരു ബോട്ടിൽ നമുക്കൊരു ഭാഗത്തിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതേ അളവിൽ തന്നെ നമ്മൾ റോസ് വാട്ടർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ബോട്ടിൽ ഉപയോഗിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച നമുക്കിത് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഡ്രൈ സ്കിൻ അതായത് എപ്പോഴും ഡ്രൈ ആയിട്ട് ഞാനിപ്പോൾ കാണിക്കുന്ന പിക്കിലുള്ള പോലത്തെ ഒരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നന്നായിട്ട് ഈ ഒരു ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അത് മാത്രമല്ല നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കയ്യിലും കാലിലൊക്കെയാണ് ഈ പ്രോബ്ലംസ് കൂടുതലും വരാനുള്ള ചാൻസസ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്കേർട്ടൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് കാലിലൊക്കെ അത് കാണുമ്പോൾ എന്താണെന്ന് വിചാരിക്കില്ല. അപ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു മടിയൊക്കെ തോന്നാറുണ്ട് ഈ ഒരു സ്കേർട്ടൊക്കെ ഇടാനുള്ളത്. അല്ലെങ്കിൽ കയ്യിലൊക്കെ നമ്മളിത് വിസിബിളായിട്ട് നമ്മളിത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇതുപോലെ തോന്നാറുണ്ടല്ലേ. അപ്പോൾ ആ ഒരു പ്രോബ്ലമൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആക്കാനും ആ ഒരു ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറ്റാനും എവിടെയാണ് നിങ്ങൾക്ക് ബോഡിയിൽ എവിടെയാണ് ഈ ഒരു പ്രോബ്ലം ഉള്ളത് അവിടേക്ക് ഇത് അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു കുഴപ്പം വരാനില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചിലവ് കുറഞ്ഞ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. നമ്മുടെ ആ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഗ്ലിസറിനും അതുപോലെ തന്നെ റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്യാം. ഞാനൊരു നൈറ്റ് ക്രീം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അവിടെ കൊടുക്കാം. അതുപോലെ ഇതുപോലെ തന്നെയാണ്. അത് ക്രീമിൻ്റെ ഒരു ടെക്സ്ചറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നൈറ്റ് ക്രീമായിട്ട് ഞാനൊരു ക്രീം ഉണ്ടാക്കിയിട്ട് അത് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഫേസിലൊക്കെ ഈ ഒരു ഡ്രൈനെസ് അല്ലെങ്കിൽ ഒരു വലിവൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം, ഇവിടെ വീഡിയോ കൊടുക്കാം കേട്ടോ. അതൊരു ഡോക്ടർ പറഞ്ഞിട്ട് ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. കാരണം എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഈ നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് വലിയ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു നൈറ്റ് ക്രീം ഉണ്ടാക്കിയിട്ട് 3 ദിവസം ഞാൻ ഉപയോഗിച്ചുള്ളൂ കേട്ടോ. അപ്പം തന്നെ എൻ്റെ സ്കിൻ നമുക്ക്
ആ ഒരു ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറിയിട്ട് സ്കിൻ ഭയങ്കര സോഫ്റ്റായ ആ ഒരു ഡ്രൈനെസ് എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല കേട്ടോ. പിന്നെ അത് നമ്മൾ നിർത്തിയാലും നമുക്കത് അത് ഡ്രൈനെസ് വരില്ല. നമ്മുടെ സ്കിൻ അപ്പം എപ്പോഴും ഫസ്റ്റ് അതായത് ഡ്രൈനെസ് ഇല്ലാതെ നമ്മുടെ സ്കിൻ ഇരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ നൈറ്റ് ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ ഇവിടെ കൊടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ കയ്യിലെടുക്കുക. ഇതുപോലത്തെ ബോട്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്കി വയ്ക്കാം, അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കിയാലും മതിയിട്ട്. എൻ്റെ അടുത്ത് സ്പ്രേ ബോട്ടിലില്ല, ഞാൻ വേറെ 2 സ്പ്രേ ബോട്ടിലുണ്ട്, പക്ഷെ അത് വലുതാണ്, അതിൽ പറ്റില്ല. അപ്പം ഇതുപോലെ എന്തെങ്കിലും ഒരു ഇതിലാക്കി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്നിട്ട് നമ്മളിതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്തതിന് ശേഷം കയ്യിലിങ്ങനെ എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് അവിടെ ആ ഒരു ഭാഗത്ത് തേക്കാൻ വേണ്ടി ക്വാണ്ടിറ്റി കുറച്ച് എടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മുടെ കയ്യിലോ എവിടെയാണോ നിങ്ങൾക്കുള്ളത്, ഈ ഒരു ഡ്രൈനെസ്സിൻ്റെ പ്രോബ്ലം നിങ്ങൾക്ക് എവിടെയാണോ ഉള്ളത് അവിടെ നിങ്ങളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ കയ്യിലാണോ അല്ലെങ്കിൽ കാലിലാണോ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് കയ്യിലോ കാലിലോ എവിടെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ബോഡിയിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഗ്ലിസറിൻ തേക്കാതിരിക്കുന്നതാണ്. ഫേസിൽ അപ്ലൈ ചെയ്യാം, ഡയറക്റ്റായിട്ട് ഗ്ലിസറിൻ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. റോസ് വാട്ടർ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ ചേർക്കാം, അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ആ ഒരു നൈറ്റ് ക്രീം നിങ്ങളൊന്ന് എങ്ങനെ തയ്യാറാക്കണമെന്ന് കണ്ടിട്ട് നിങ്ങൾ അതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് വെച്ച് ഒരു ഒട്ടൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇത് അബ്സോർവ് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ ചെറുതായിട്ട് ഒരു ഒട്ടണ പോലെ നമുക്ക് ഫീൽ ചെയ്യട്ടെ. പക്ഷെ നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരാഴ്ച നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നത്, ഒരാഴ്ച 1 വീക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, അപ്ലൈ ചെയ്തോളൂ. സ്കിന്നിൻ്റെ ഡ്രൈനെസ് നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ ആക്കുമ്പോൾ ചില സമയത്ത് ചിലർക്ക് ഇങ്ങനെ വെള്ള വരെയൊക്കെ കാണാൻ പറ്റും. അത് അത്രയും സ്കിൻ ഡ്രൈ ആയതുകൊണ്ടാണ്. നമ്മൾ എത്ര വെള്ളം കുടിച്ചാലും അല്ലെങ്കിൽ എത്ര മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താലും അത് മാറില്ല. കാരണം ചിലരുടെ സ്കിൻ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു പാരമ്പര്യമായിട്ട് ഇങ്ങനെ സ്കിൻ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ, ഡ്രൈ ആകുമ്പോൾ ഈ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ഭയങ്കര ടാൻ പെട്ടെന്ന് അടിക്കും, കറുക്കും. അതുപോലെ തന്നെ സ്കിൻ കാണാൻ തന്നെ ഒരു രസമില്ല. നമ്മുടെ സ്കിൻ തിളങ്ങാതെ ഒരു മങ്ങിയൊരു ഭയങ്കര ഡള്ളായിട്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി നമ്മുടെ സ്കിൻ ടോൺ തന്നെ ഒന്ന് മാറ്റാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടത്. നമുക്കിപ്പോൾ ആ ഒരു ഡ്രൈനെസ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആവും. നമ്മുടെ അൺഈവൻ സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ അൺഈവൻ സ്കിൻ ഉണ്ടെങ്കിൽ, കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ബോഡിയിൽ അപ്ലൈ ചെയ്യാട്ടോ. അങ്ങനെ ഉണ്ടെങ്കിലും നമുക്കത് മാറ്റാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ കഴുത്തിലൊക്കെ നമുക്ക് കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരാഴ്ച നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. നിങ്ങൾക്കിത് കഴിയുന്നത് വരെ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. എപ്പോഴും നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നമ്മൾ ഹോം മെയ്ഡായിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ഉണ്ടാക്കുക. 1 വീക്ക് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രം ഉണ്ടാക്കുക. അപ്പോൾ ഒരാഴ്ചക്കുള്ളത് മാത്രം നമ്മൾ ഉണ്ടാക്കുക. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ആ ഒരാഴ്ചക്കുള്ളത് മാത്രം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കേടുവരില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ കൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്കിൻ ഭയങ്കര ഭയങ്കര കാണാൻ ഒട്ടും ഭംഗിയില്ലാണ്ട് നിങ്ങളുടെ സ്കിൻ ഇരിക്കുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 7 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. 7 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ട് പറയാമെങ്കിൽ ഇത് രാത്രി ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത്. രാത്രി കിടക്കാൻ നേരത്ത് നിങ്ങൾ കുളിക്കുകയാണെങ്കിൽ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക. പകൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ സൺലൈറ്റ് അടിക്കുകയാണെങ്കിൽ അതത്ര നമ്മുടെ സ്കിന്നിന് നല്ലതല്ല. അപ്പോൾ എപ്പോഴും നൈറ്റ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഫ്രിഡ്ജിലാണ് കേട്ടോ. പിന്നെ വേറെ ഒന്നുമില്ല, ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.